ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് തരിച്ചെടുക്കാം. ഒരു 2 തവണയെങ്കിലും നമുക്ക് തരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു 4 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. കോഴിമുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയാണ് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതിയെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരല്പം ഓയിൽ പുരട്ടി കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിലും തയ്യാറാക്കി എടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതൊരു 25 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് അവരുടെ ടൈമിലും ടെമ്പറേച്ചറിലും ഒക്കെ മാറ്റം വരാം. എനിക്കൊരു 25 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.